തിരുമൂലദേവന്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദ്രഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്നിങ്ങനെയുള്ള ത്രിപുടിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭാരതീയ തത്വചിന്തയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ത്രിപുടി. അതായത് കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, പിന്നെ കാണപ്പെടുന്ന അറിവ്. ഈ മൂന്നിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഒരു സാധകൻ തൻ്റെ സാധനാവേളയിൽ ഈ ത്രിപുടി നാശം സംഭവിച്ച് അയാൾ ആത്മതത്വത്തിൽ എത്തിച്ചേരുന്നു. തമിഴ് സിദ്ധാന്തത്തിൽ, ശൈവ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും അറിവിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. അറിവ് തന്നെ ആത്മസത്യം, അറിവല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഒരു ദർശനമാണ് തമിഴ് സിദ്ധാന്തങ്ങളിൽ നാം കാണുന്നത്. പ്രത്യേകിച്ചും ശൈവ സിദ്ധാന്തത്തിൽ കാണുന്നത് അറിവ് തന്നെയാണ് ശിവൻ, അറിവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ശൈവ സിദ്ധാന്തികൾ പറയുന്നത്. അറിവിനെ തന്നെയാണ്, അഥവാ ബോധത്തെ തന്നെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ശൈവ സിദ്ധാന്തികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് അതിലേക്ക് കിടക്കാം. നോക്കൂ, അഴിയാത്ത ശിവാനന്ദ ബോധത്തെ പറ്റി നിന്നാൽ അഭിമാനമാകും പാശം പടർന്നെന്നാലും അഹങ്കാരം നീങ്ങിയ ഒരവസ്ഥയെ നിന്നുവെന്നാൽ നിത്യമാം അമൃതപാനം ആർക്കുമേ സാധ്യമാകും. അപ്പോൾ ആത്മസാക്ഷാത്കാരമാകുന്ന അമൃതപാനം ആർക്കും സാധ്യമാകും. ഏതൊരു മനുഷ്യനും ആത്മസാക്ഷാത്കാരം ലഭിക്കാനുള്ള അർഹതയുണ്ട്. ബ്രാഹ്മണനായിക്കോട്ടെ, അബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും, എന്തിനാ ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾക്കും ആത്മസാക്ഷാത്കാരം കിട്ടാൻ അർഹതയുണ്ട്. ആരെയും ആത്മസാക്ഷാത്കാരത്തിന് അനർഹൻ എന്ന് പറഞ്ഞ് ഭാരതീയ തത്വചിന്ത മാറ്റി നിർത്തുന്നില്ല. ഏതൊരു ജീവിക്കും ആത്മസാക്ഷാത്കാരത്തിന്, ശിവസാക്ഷാത്കാരത്തിനുള്ള അർഹതയുണ്ട്. ആ അർഹത നാം നേടിയെടുക്കണമെന്ന് മാത്രം. ഇതിനെ കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ, അഴിയാത്ത ശിവാനന്ദ ബോധത്തെ പറ്റി നിന്നാൽ, ശിവാനന്ദം എന്ന ആ ബോധത്തെ പറ്റി നിന്നാൽ അഭിമാനമാകും പാശം ഞാനെന്ന ഭാവം പടരില്ല. അഭിമാനബോധം അറ്റുപോകും. നോക്കൂ, അഴിയാത്ത ശിവാനന്ദ ബോധത്തെ പറ്റി നിന്നാൽ, ബോധം, ഇവിടെ ബോധം എന്ന് പറയുന്നത് അറിവാണ്. അറിവിനെ പറ്റി നിന്നാൽ അറിവ് തന്നെ ശിവമായി തീരും. അങ്ങനെ അറിവ് ശിവമായി തീർന്നാൽ അഭിമാനമാകും പാശം ഞാനെന്ന ആ അഭിമാനബോധം, വ്യക്തിസത്തയുടെ അഭിമാനബോധം, അഹംഭാവം പൂർണമായും ആ പാശം ഛേദിക്കപ്പെടുന്നു. പിന്നെയോ, ഇനി അഭിമാനബോധമുണ്ടെങ്കിലും പടർന്നെന്നാലും അഹങ്കാരം നീങ്ങിയ ഒരവസ്ഥയിൽ നിന്നു. അത് അഹങ്കാരം നീങ്ങിയ അവസ്ഥയിൽ നിൽക്കും. അതായത് അഭിമാനം പാടെ അറ്റുപോയില്ലെങ്കിലും അഭിമാനത്തിന്റെ ഒരു കണിക മാത്രം അവശേഷിച്ചിരിക്കുന്നു. അഹങ്കാരം പൂർണ്ണമായി മാറി, പക്ഷെ അഭിമാനത്തിന്റെ, ഞാൻ എന്ന ബോധത്തിന്റെ ഒരു കണിക ശേഷിച്ചാൽ പോലും നീങ്ങി ഒരവസ്ഥയിൽ നിന്ന് വന്നാൽ നിത്യമാമൃതപാനം അയാൾക്ക് സാധ്യമാകും. ഇവിടെ ഞാൻ രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചിട്ടാണ്
ഈ സമയത്ത് ചിന്തിക്കുന്നത്. അതായത് രാമകൃഷ്ണ പരമഹംസർ പറയുന്നു, ഈ അഹം പോവുക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹം അതിനെ ഒരു അലങ്കാര കൽപ്പനയിലൂടെ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. അത് ഇതാണ്: ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക എന്ന് വിചാരിക്കുക. ആ ചന്ദനത്തിരി കത്തി 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 അവസാനം ചന്ദനത്തിരി പൂർണ്ണമായും കത്തി നശിച്ചാലും അതിന്റെ ചാരത്തിന്റെ ഒരു നൂല് പോലെ ബാക്കി അവശേഷിച്ചിരിക്കും. അതേപോലെ ആണ് ഇവിടെ പറയുന്നത്. ഈ അഭിമാനം പൂർണ്ണമായി നശിച്ചാലും അഹത്തിന്റെ ഒരു ചെറിയ കണിക, അതായത് ചന്ദനത്തിരി കത്തിയതിന് ശേഷമുള്ള ആ നൂല്, ചാരത്തിന്റെ നൂല്, ആ ചാരത്തിന്റെ നൂല് അവശേഷിച്ചു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനെന്ന ഭാവമറ്റ അഭിമാനം, ആ അഭിമാനത്തിന്റെ ഒരു കണിക നമ്മിൽ ശേഷിച്ചിരിക്കും. അത് നശിപ്പിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ ചന്ദനത്തിരി കത്തിന് ശേഷമുള്ള ചാരത്തിന്റെ നൂല് നമ്മിൽ എപ്പോഴും അവശേഷിച്ചിരിക്കും. ആ ചാരത്തിന്റെ നൂല് ഒരിക്കലും ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമല്ല. അഹത്തിന്റെ ആ ഗുണാത്മകമായ വശം, അതായത് അഹമാരാ, ഞാൻ തന്നെ ശിവം, ശിവോഹം എന്ന അവസ്ഥ, അത് ഗുണമേ ചെയ്യൂ. അത് നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. ഇതാണ് ശൈവ ദർശനത്തിന്റെ കാതല്. ഈ ശൈവ ദർശനത്തിന്റെ കാതൽ ഉൾക്കൊണ്ട 2 മഹാ ആചാര്യന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാൾ ചട്ടമ്പി സ്വാമികളും മറ്റേ മഹാൻ ശ്രീനാരായണ ഗുരുദേവനുമാണ്. ചട്ടമ്പി സ്വാമികൾ നിജാനന്ദ വിലാസത്തിലെ 2 അധ്യായങ്ങൾ ഈ അറിവിനെ കുറിച്ച്, അറിവാകുന്ന ശിവത്തെക്കുറിച്ച്, അറിവാകുന്ന ജ്ഞാനത്തെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ശ്രീനാരായണ ഗുരുദേവൻ അറിവ് എന്നൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പേര് അറിവ് എന്നാണ്. ഏതാണ്ട് 15 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ 15 ശ്ലോകങ്ങളിലൂടെ അറിവിനെ വിശദീകരിക്കുകയാണ്. നമുക്ക് ഗുരുദേവന്റെ അറിവ് എന്ന കവിതയിലേക്ക് കിടക്കാം. അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അതിലെ പ്രസാധകന്മാർ കൊടുത്തിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് നോക്കാം. ദാർശനിക ലോകത്തിന് നാരായണ ഗുരു നൽകിയ തനിമയുള്ളൊരു സംഭാവന അറിവ് എന്നതിനെ കുറിച്ചുള്ള ഈ ചെറുകൃതിയാണ്. എന്നിട്ട് പറയാണ്, ഇതിലെ 60 വരികളും ആരംഭിക്കുന്നത് അറിവ് എന്ന പദം കൊണ്ടാണ്. പിന്നെയോ ഗുരുവിന്റെ ഉൾക്കാഴ്ച അനുവാദകർക്ക് ഇതിൽ നിന്ന് അനുഭവപ്പെടും. പിന്നീട് നമുക്ക് അറിവിലേക്ക് തന്നെ കിടക്കാം. അതിലെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരുദേവൻ പറയേണ്ടതെല്ലാം സംഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവ് അതിൽ ഒന്നായതുകൊണ്ട് അറിവില്ലാതെങ്ങുമില്ല വേറൊന്നും. ഈ പ്രപഞ്ചമാകെ അറിവ് മാത്രമേ ഉള്ളൂ. നോക്കൂ, അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്, ഇവിടെ അറിയപ്പെടുന്നതൊക്കെയും സൂക്ഷ്മമായി തിരിഞ്ഞു നോക്കുമ്പോൾ അവയിൽ അറിവല്ലാതെ വേറൊന്നും തന്നെയില്ല എന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടുന്നതൊക്കെയും സൂക്ഷ്മമായി തിരഞ്ഞു നോക്കുമ്പോൾ അവയിൽ അറിവല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഉള്ളിലും പുറത്തുമുള്ളതായി അനുഭവപ്പെടുന്നതെല്ലാം ഒരേ അറിവിന്റെ രൂപാന്തരവും ഭാവാന്തരവുമായിരിക്കുന്നു. ഉള്ളിലും പുറത്ത്, നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ളതെല്ലാം അറിവ് മാത്രമാണ്. അതിനാൽ അറിവല്ലാതെ ഒന്നും തന്നെ എവിടെയുമില്ല. അപ്പോൾ
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈ അറിവാണ്. അറിവിനെ നമുക്ക് ബോധം എന്ന് വിളിക്കാം, അറിവിനെ നമുക്ക് ഞാൻ എന്ന് വിളിക്കാം. ആ ചന്ദനത്തിരി കത്തിന് ശേഷമുള്ള ആ ചാരത്തിന്റെ നൂല്, അതാണ് ഞാൻ. അഭിമാനമറ്റ ഞാൻ, അഭിമാനമറ്റ ഞാൻ, അതായത് സ്മോൾ ഐയിൽ നിന്ന് ക്യാപിറ്റൽ ഐയിലേക്ക് എത്തിച്ചേർന്ന ഞാൻ. അങ്ങനെ ക്യാപിറ്റൽ ഐയിലേക്ക് എത്തിച്ചേർന്ന ഞാനിൽ എന്തുണ്ട്? അറിവ് മാത്രമേ ഉള്ളൂ. അഥവാ ആ അറിവ് എന്ന് പറയുന്നത് ഈ ഞാൻ മാത്രമാണ്, ഞാൻ എന്ന ബോധം മാത്രമാണ്. അറിവല്ലാതെ മറ്റൊന്നുമില്ല. അതായത് ത്രിപുടി നാശം, അറിയുന്നവൻ, അറിയപ്പെടുന്ന ദൃശ്യം, ഇതെല്ലാം മാഞ്ഞ് അറിവും അവസാനം മാഞ്ഞു പോയി ആ അറിവും ശിവമായി തീരുന്ന അവസ്ഥ. അറിവ് തന്നെ ശിവമായി തീരുകയാണ്, അറിവ് തന്നെ ഞാനായിത്തീരുകയാണ്. അങ്ങനെ അറിവ് തന്നെ ഞാനെന്ന ശിവനായി മാറുന്ന അവസ്ഥ. ഇതാണ് ഗുരുദേവൻ അറിവ് എന്ന കവിതയിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. അപ്പോൾ ശൈവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനിക കണ്ടെത്തലാണ് അറിവിനെ കുറിച്ചുള്ള കണ്ടെത്തൽ. അറിവ് തന്നെയാണ് ബോധം, അറിവ് തന്നെയാണ് ഞാൻ, അറിവ് തന്നെയാണ് കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവുമെല്ലാം. അറിവല്ലാതെ മറ്റൊന്നുമില്ല. ഈ അറിവിനെ ഞാൻ എന്ന് വിളിക്കാം. ഈ ഞാൻ എന്ന് വെച്ചാൽ അഭിമാനമറ്റ ഞാൻ. ആ ഞാൻ തന്നെ ശിവം, ആ ഞാൻ തന്നെ ബ്രഹ്മം, ആ ഞാൻ തന്നെ ബോധം. എന്തൊരു വലിയ അറിവാണ് ഇവിടെ നാം അനുഭവിക്കുന്നത് നോക്കൂ. അറിവല്ലാതെ മറ്റൊന്നുമില്ല. ഈ അറിവാകട്ടെ ഞാനാണ്, എന്നിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ശിവമാണ്. ശിവോഹം, ഞാൻ തന്നെ ശിവൻ, ഞാൻ തന്നെ അറിവ്, ഞാൻ തന്നെ ബോധം. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ ആദ്യത്തെ പാടലിൽ ശൈവ സിദ്ധാന്തത്തിന്റെ കാതൽ നമ്മളോട് വ്യക്തമാക്കുന്നു. നോക്കൂ, അഴിയാത്ത ശിവാനന്ദ ബോധത്തെ പറ്റി നിന്നാൽ, ഒരിക്കലും നശിക്കാത്ത ശിവാനന്ദമാകുന്ന ബോധത്തിൽ നാം ഉറച്ചു നിന്നാൽ അഭിമാനമാകും പാശം പിന്നെ നശിക്കും. ഞാനെന്ന ഭാവം അത് നശിക്കും. എന്നിട്ടോ ബാക്കിയുള്ള പടർന്നെന്നാലും അഹങ്കാരം നീങ്ങിയ ഒരവസ്ഥയിൽ എന്തു സംഭവിക്കുന്നു? നിത്യമാം അമൃതാപാനം ആർക്കുമേ സാധ്യമാകും. അപ്പോൾ അഭിമാനമറ്റ ഞാൻ എന്ന് പറയുന്നത് തന്നെയാണ് അറിവ്. അഭിമാനം പൂർണ്ണമായും നശിച്ച ആ ഞാനെന്ന ശിവനാണ് അറിവ്. ആ ഞാനെന്ന ബോധമാണ് ശിവൻ. കണ്ടോ, എന്തൊരു ലളിതമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ആരാണ്? ശിവനാണ്. ഞാൻ ആരാ? ബോധമാണ്. ഞാൻ ആരാ? ഈ അറിവാണ്. ഞാൻ ആരാ? ശിവമാണ്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാമായ ശിവമാണ് ഞാൻ എന്ന മഹാസത്യം. ഈ ദൃഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്ന ഈ 6ാം തന്ത്രത്തിൽ തിരുമൂലദേവൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ അത് ഒന്നുകൂടെ വായിക്കാം. പാടലൻ: അഴിയാത്ത ശിവാനന്ദ ബോധത്തെ പറ്റി നിന്നാൽ അഭിമാനമാകും പാശം പടർന്നെന്നാലും അഹങ്കാരം നീങ്ങിയോ ഒരവസ്ഥയിൽ നിന്നുവെന്നാൽ നിത്യമാം അമൃതപാനം ആർക്കുമേ സാധ്യമാകും. ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനും ഈ അമൃതപാനം, ആത്മസാക്ഷാത്കാരമാകുന്ന അമൃതപാനം സാധ്യമാകുമെന്ന് തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ പൂർവ്വജന്മം എന്തായിക്കൊള്ളട്ടെ, ഇപ്പോഴത്തെ ജന്മം എന്തായിക്കൊള്ളട്ടെ, ഇനി വരാനിരിക്കുന്ന ജന്മങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ നിമിഷത്തിൽ അറിവ് എന്ന ആ ബോധത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ എന്ന ശിവനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ അമൃതപാനം ആർക്കുമേ സാധ്യമാകും.
അമൃതാകുന്ന ആത്മസാക്ഷാത്കാരമാകുന്ന അമൃത്, പരമാനന്ദ അമൃത് നുകരാൻ ആർക്കും കഴിയുമെന്ന് തിരുമൂലദേവൻ ഇവിടെ അസന്നിഗ്ധമായി നമുക്ക് ഉറപ്പ് തരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.